ശാസ്ത്ര ലേഖകൻ ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത് കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള, തൃശ്ശൂരും പാലക്കാടും വിവിധ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മിന്നൽ ചുഴലി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ. ഇത് നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ പശ്ചിമഘട്ടത്തിലൊരു വിടവുണ്ട്. അതായത് അതിന്റെ പേരെന്ന് പറയുന്നത് പാലക്കാട് ഗ്യാപ്പ് എന്നാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ പാലക്കാട് ഗ്യാപ്പിലൂടെയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുള്ള വായു കേരളത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കുന്ന ഒരിടമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മഴ നല്ലപോലെ പെയ്യുന്ന സമയമാണ്. അപ്പോൾ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ മഴമേഘങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാലാവസ്ഥ ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ട് വ്യത്യസ്ത താപനിലകളാണ്. നമുക്കറിയാം, ഇവിടെ മർദ്ദവ്യത്യാസം വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുകാറ്റ് ഇങ്ങോട്ട് ഒഴുകും. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള കാറ്റ് അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു ചാക്രികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ പാലക്കാടിന്റെ ഭാഗത്തും തൃശ്ശൂരിന്റെ ഭാഗത്തും ഈ രീതിയിലുള്ള താപ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലോക്കലായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. കാരണം ലോക്കലായിട്ട് ഇതുപോലെ ഉണ്ടാവും. നമുക്കറിയാം, ധാരാളം കെട്ടിടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൈക്രോ ക്ലൈമറ്റിൽ വ്യത്യാസം വരും. ഒരു നിശ്ചിത പ്രദേശത്തെ കാലാവസ്ഥയിൽ മാറ്റം വരും. ചിലപ്പോൾ അതൊരു ചെറിയൊരു പട്ടണമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ജംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ വെളിപ്രദേശത്ത് ഇപ്പൊ സ്കൂളുകളുടെ അടുത്ത്, സ്കൂളുകൾ എന്ന് പറയുമ്പോൾ മൈതാനവും അതിന്റെ കൂടെ കെട്ടിടങ്ങളും ഉള്ള സ്ഥലമാണ്. അവിടെയും ചിലപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ വെളിപ്രദേശവും കെട്ടിടങ്ങളും ഒക്കെ മരങ്ങൾ കുറവായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെട്ടെന്നുണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കെട്ടിടം എന്ന് പറയുമ്പോൾ സൂര്യന്റെ താപം ആഗിരണം ചെയ്തിട്ട് വികിരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള താപവ്യതിയാനം അവിടുത്തെ മൈക്രോ ക്ലൈമറ്റിൽ വ്യത്യാസം വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മൈക്രോ ക്ലൈമറ്റിലെ വ്യതിയാനമാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള സംഭവങ്ങൾക്ക് കാരണം. അതിന് പ്രധാനമായിട്ടും വരുന്നത് താപവും മർദ്ദത്തിലെയും വ്യത്യാസമാണ്. അന്തരീക്ഷം സന്തുലനം പ്രാപിക്കാൻ വേണ്ടി പെട്ടെന്ന് അവിടെയൊക്കെ വായു പ്രവാഹം ഉണ്ടാകുന്നതാണ് ഈ മിന്നൽ ചുഴലിക്ക് ഒക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പോ പാലക്കാടും തൃശ്ശൂരും ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണം എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കാറ്റിന്റെ പ്രവാഹവും അറബിക്കടലിൽ നിന്നുള്ള കാറ്റിന്റെ പ്രവാഹവും തമ്മിലുള്ള താപമർദ്ദ വ്യത്യാസങ്ങളാണ്. അപ്പം അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഇത് പൊതുവെ ഇത് ഒഴിവാക്കി നിർത്താനൊന്നും ആകത്തില്ല. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദുർബലമായിട്ടുള്ള മരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഘടനകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് റിമൂവ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുകയോ വേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി കൂടുതലായിട്ടുണ്ടാവും. കാരണം കേരളം മൊത്തം ഇപ്പോൾ ധാരാളം കോൺക്രീറ്റും മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈർപ്പത്തിന്റെ വ്യതിയാനമുണ്ട്, മർദ്ദത്തിന്റെ വ്യതിയാനം ഉണ്ടാകും, താപനിലയിലെ വ്യതിയാനം ഉണ്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു വലിയ ഒരു നാച്ചുറൽ ഇവന്റ് ഒന്നും അല്ല. ഇത് പ്രാദേശികമായിട്ട് ഉണ്ടാകുന്ന വളരെ ചെറിയ ആഘാതം മാത്രം ഉണ്ടാക്കുന്ന രീതിയിലുള്ള, ചിലപ്പോൾ മരങ്ങളൊക്കെ കടപുഴകി വീഴാം, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിൽ വലിയൊരു ആശങ്കയ്ക്ക് ഇതിനകത്ത് വകയില്ല. എന്നിരിക്കലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം വീടുകളിലൊക്കെ ഇത്തരത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെ ആൾ കൂടി നിൽക്കുന്ന പ്രദേശങ്ങൾ ജംഗ്ഷനുകളിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അപകട സാധ്യത ഉള്ളത് തന്നെയാണ്. അപ്പോ നമ്മളത് ഈ മഴക്കാലങ്ങളിലും ഈ ഇത്തരത്തിലുള്ള സാധ്യതയുള്ള ഘട്ടങ്ങളിലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോൾ 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു ഡ്യൂറേഷൻ അങ്ങനെ തന്നെയാണോ? ഇത്രയും സമയം തന്നെ ആയിരിക്കുമോ ഈ മിന്നൽ ചുഴലിക്കാറ്റ് അനുഭവപ്പെടുക? ചുഴലിക്കാറ്റ് നോർമലി ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ഇവന്റ്സ് ഒക്കെ കുറെ കൂടി സമയം കുറവായിരിക്കും പൊതുവെ. പക്ഷെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിന്റെ പ്രവാഹം ഉണ്ടല്ലോ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുകാറ്റിന്റെ പ്രവാഹം ഉണ്ടല്ലോ. അപ്പോ അത്തരത്തിലുള്ള ഒരു മർദ്ദ വ്യതിയാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സന്തുലനം ചെയ്യാനായിട്ടാണ് ഈ പെട്ടെന്നുള്ള കാറ്റിന്റെ പ്രവാഹം ഉണ്ടാകുന്നത്. പിന്നെ ഒരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഇതിപ്പോ കുറെ കൂടി വലിയ സിസ്റ്റമാണ്. കാരണം ചെറിയ ഒരു മിന്നൽ ചുഴലിയല്ല, വലിയ ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റം അല്പനേരത്തേക്ക് നീണ്ടു നിന്നു എന്ന് മാത്രം.
അപ്പം താപനിലയിൽ നല്ല വ്യതിയാനം ആ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ മഴ പെയ്യുകയും അവിടുന്ന് താപം കൂടിയ കാറ്റിങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള കാലാവസ്ഥാ ഭാഗങ്ങളാണ് കൂടിച്ചേരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. 10 മിനിറ്റോളം നീണ്ടുവെന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തമായിട്ടായിരിക്കും അതിന്റെ ഒറിജിൻ ഉണ്ടാവുക. അപ്പൊ അത് കറക്ഷൻ മെക്കാനിസം, അന്തരീക്ഷം നടത്തുന്ന ഒരു കറക്ഷൻ മെക്കാനിസമാണ്. എപ്പോഴും ഈ അന്തരീക്ഷത്തിന്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അത് ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ കാറ്റും മഴയും മേഘങ്ങളുടെ നീക്കവും ഒക്കെ ഉണ്ടാകുന്നത്, മഞ്ഞുവീഴ്ചയും ഒക്കെ ഉണ്ടാകുന്നത് അന്തരീക്ഷം ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പ്രയത്നിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്തുലനത്തിന്റെ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ നാച്ചുറൽ ഇവന്റ്സ് ഉണ്ടാകുന്നത്. ഇതൊരു ചെറിയ ഒരു നാച്ചുറൽ ഇവന്റ് മാത്രമാണ്. പ്രാദേശികമായി മാത്രം ആഘാതമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ശല്യമുണ്ടാക്കുന്ന തരം ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. മറ്റിതിന് പ്രതിരോധ മാർഗങ്ങളൊന്നും ഇല്ല തൽക്കാലം. നമുക്കൊന്നും മരങ്ങളൊക്കെ വെച്ച് കൂടുതലായിട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മർദ്ദം വേഗീകരിച്ചു പോകും. പക്ഷെ എന്തിരിക്കും ഈ ജോഗ്രഫിയുടെ, അതായത് നമ്മുടെ അവിടുത്തെ ടെറൈന്റെ വ്യത്യാസമുണ്ട്. കാരണം താപം കൂടിയ വായുവാണ് എത്തുന്നത്. താപം കുറഞ്ഞ വായുവുള്ള സ്ഥലത്തേക്ക് ത്തിന്റെ ആ ഒരു പ്രവാഹം, മർദ്ദത്തിന്റെ വ്യതിയാനവും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലുള്ള മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പൊ വെതർ ഫ്രണ്ട്സിന്റെ കൂടിച്ചേരലാണ് ഇതിനൊരു മാറ്റത്തിന് കാരണമായിട്ട് വരുന്നത്. അതാണ് ഇപ്പൊ നൽകാനുള്ള ഒരു എക്സ്പ്ലനേഷൻ. ശരി, വളരെ നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.